നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയ്ക്കയെക്കുറിച്ചാണ്. ടീലിയേസിയേ ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ഗ്രീവിയ മൈക്രോക്കോസ് എന്നതാണ്. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒരു സസ്യമാണിത്. പ്രധാനമായും പാതയോരങ്ങളിലും വേലിപ്പറമ്പുകളിലും തഴച്ചു വളരുന്ന ഒരു കുറ്റിച്ചെടിയാണിത്. ഇവയുടെ തണ്ട് ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണുള്ളത്. ഇലകൾ നീളമുള്ളതാണ്. ഏകദേശം 10 to 15 സെൻറ്റിമീറ്ററോളം നീളത്തിൽ വരുന്ന ഇലകളാണ് ഇവയ്ക്കുള്ളത്. അവയുടെ അഗ്രഭാഗം കൂർത്തിരിക്കും. ഇലയുടെ മുകൾ ഭാഗം മിനുസമുള്ളതും അടിഭാഗം പരുപരുത്തുമാണ് കാണപ്പെടുന്നത്. മനോഹരമായ പുഷ്പങ്ങളാണ് ഇവയ്ക്കുള്ളത്. അവ മഞ്ഞ നിറത്തിൽ കുലയായി കാണപ്പെടുന്നു. ധാരാളം കേസരങ്ങളും അടങ്ങിയിട്ടുണ്ട്. കടും പച്ച നിറത്തിൽ കുലകളായി കാണപ്പെടുന്ന കായ്കളാണ് ഇവയ്ക്കുള്ളത്. അത് ചെറിയ പുളിരസമുള്ളതാണ്. അത് ഭക്ഷ്യയോഗ്യവുമാണ്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിത്തും അടങ്ങിയിട്ടുണ്ട്. ആഗസ്റ്റ് തൊട്ട് ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് ഈ സസ്യത്തിൻ്റെ പൂക്കളും കായ്കളും ഉണ്ടാകുന്നത്. വിത്ത് മൂലമാണ് വംശവർധന നടത്തുന്നത്. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണിത്. ഇതിൻ്റെ ഇലയാണ് പ്രധാനമായ ഔഷധയോഗ്യമായ ഭാഗം. ദഹനക്കുറവ്, അലർജി, വയറിളക്കം, ചൊറിച്ചിൽ തുടങ്ങിയ അസുഖങ്ങളിൽ ഇത് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഇല മഞ്ഞൾ ചേർത്ത് മഞ്ഞപ്പിത്തത്തിനും ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഈ കൊട്ടയ്ക്ക അല്ലെങ്കിൽ ചിറ്റീന്തൽ എന്ന് പറയും. പരൂഷകം എന്നാണ് അതിൻ്റെ സംസ്കൃതം പേര്. പരൂഷകാദി ലേഹ്യം ആയുർവേദത്തിൽ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ലേഹ്യമാണ്. അത് ഈ പരൂഷകാദി ലേഹ്യം ഈ വയറ്റിലെ പുണ്ണിന്, ശരീരത്തിലുണ്ടാകുന്ന ചൂട്, ഈ അസിഡിറ്റി, അതുപോലെ ഈ അസ്ഥിസ്രാവം ഇതിനൊക്കെ യൂസ് ചെയ്യും. അതുപോലെ ഈ മൂത്രത്തിന് ചൂട്, ഇങ്ങനെയൊക്കെയാണ് ഉപയോഗം. ഈ ചിറ്റീന്തലിൻ്റെ ഇല വെള്ളം തിളപ്പിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ശരീരം കുറേശ്ശെ തണുക്കും. മാത്രമല്ല ഈ അലർജിക്ക്, അതുപോലെ ഈ ദീപനമാണ്, ഈ വിശപ്പ് കൂട്ടാൻ ഉള്ള ഒരു ഔഷധമാണ് ഈ ചിറ്റീന്തൽ. അത് സമൂലം കഷായം വെച്ച് കഴിക്കാം. പിന്നെ ഈ വയറിളക്കം ഉള്ള ആൾക്കാർക്ക് ഈ ചിറ്റീന്തലിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീര് തേൻ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കം നിൽക്കും. പിന്നെ ഇത് ഈ അലർജി എന്ന് പറയുന്നത് ഈ ചിറ്റീന്തൽ സമൂലം കഷായം വെച്ച് ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ ഈ ESR കുറയുക, അങ്ങനെ അലർജി സംബന്ധമായ എല്ലാ അസുഖത്തിനും ഇത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഒറ്റമൂലി പ്രയോഗം, ഈ ചിറ്റീന്തലിൻ്റെ ഇല മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് ദിവസേന കഴിച്ചാൽ ഈ മഞ്ഞപ്പിത്തത്തിനൊരു നല്ല ഗുണമുള്ളതാണ്. എല്ലാ മഞ്ഞപ്പിത്തത്തിനും പറ്റില്ല, ചില മഞ്ഞപ്പിത്തത്തിന് ഇത് വളരെ ഫലപ്രദമാണ്. Ah